ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായുള്ള പരിശോധനയ്ക്കിടയിലാണ് പാലക്കാട് പട്ടാമ്പി ശങ്കരമംഗലത്ത് 34 ലിറ്റർ വിദേശ മദ്യവുമായ ഒരു യുവാവ് എക്സൈസിന്റെ പിടിയിലായത്. വിളയൂർ ഓലഞ്ചേരി വീട്ടിൽ ഷൈജുവിനെയാണ് പട്ടാമ്പി എക്സൈസ് അറസ്റ്റ് ചെയ്തത്. 2 ബാഗുകളിലും ഒരു സ്കൂട്ടറിലുമായി കടത്തി വിദേശ മദ്യമാണ് ഇയാളിൽ നിന്ന് പിടിച്ചെടുത്തത്. ബിവറേജിൽ നിന്ന് 400 രൂപയ്ക്ക് വാങ്ങുന്ന മദ്യം 800 രൂപ വാങ്ങിയാണ് ഇയാൾ വിറ്റതെന്ന് എക്സൈസ് കണ്ടെത്തിയിട്ടുണ്ട്. ശരത്ത് എസ് വിവരങ്ങൾ നൽകും. ശരത്ത്, ഇഷ്ടം പോലെ മദ്യമുണ്ട്, മദ്യക്കുപ്പിയുണ്ട്. ഇയാളെക്കുറിച്ചുള്ള വിവരങ്ങൾ എങ്ങനെയാണ് എക്സൈസിന് ലഭിക്കുന്നത്? ഇരട്ടി വിലക്കാണ് വിൽപ്പന. അപ്പോൾ ഒരുപാട് ലാഭം മദ്യക്കച്ചവടത്തിലൂടെ ഇയാൾ നാളുകളായി ഉണ്ടാക്കിയിട്ടുണ്ടാവും അല്ലേ ശരത്ത്? ഷിയാസ്, അനധികൃത മദ്യവിൽപ്പനയുമായി ബന്ധപ്പെട്ട വാർത്ത നമ്മൾ പല ഘട്ടങ്ങളിൽ കൊടുക്കാറുള്ളതാണ്. പക്ഷെ ഇതെന്തായാലും നമ്മൾ ഓൺലൈൻ ഡെലിവറി എന്നൊക്കെ പറയുന്നത് പോലെ ആളുകൾക്ക് ആവശ്യാനുസരണം മദ്യം എത്തിച്ചു നൽകുന്ന രീതിയായിരുന്നു വെളിയൂർ സ്വദേശി ഷൈജു നടത്തി വന്നിരുന്നത്. എന്തായാലും എക്സൈസിന്റെ പിടിയിലായിട്ടുണ്ട്. ഇന്ന് രാവിലെയാണ് എക്സൈസ് ഇയാളെ പിടികൂടിയിട്ടുള്ളത്. അതായത് നേരത്തെ തന്നെ എക്സൈസിന് വിവരമുണ്ടായിരുന്നു. അങ്ങനെ ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി ഇത്തരം പരിശോധനകളും വിഭാഗങ്ങളൊക്കെ തന്നെ ശക്തമാക്കിയതാണ്. അങ്ങനെയാണ് ഇപ്പോൾ എന്തായാലും ഷൈജുവിനെ എക്സൈസ് പിടികൂടുകയും ചെയ്തിട്ടുള്ളത്. ഇയാളുടെ പ്രവർത്തന രീതി എങ്ങനെയാണ്? അതായത് ബിവറേജിൽ നിന്ന് സാധനങ്ങൾ വാങ്ങും. പല ഘട്ടങ്ങളായിട്ടാണ് ഇത്തരത്തിൽ മദ്യം വാങ്ങുക. അത് പിന്നീട് വലിയ തുകയ്ക്ക് ആവശ്യക്കാർക്ക് നൽകുകയാണ് ചെയ്യുന്നത്. അതിന് ഇരുചക്ര വാഹനത്തിൽ ബാഗിലാക്കിയാണ് ഇത്തരത്തിൽ മദ്യം കൊണ്ടു നൽകുന്നത് എന്നുള്ളതാണ്. അതായത് ഇയാളിൽ നിന്ന് ഇന്ന് പിടികൂടിയിട്ടുള്ളത് 34 ലിറ്റർ വിദേശ മദ്യമാണ്. അത് 1/2 ലിറ്ററിന്റെ, അതായത് 500 ml കുപ്പികളിൽ നിറച്ച മദ്യങ്ങളാണ്. അങ്ങനെ ആളുകൾക്ക് ഇത്തരത്തിൽ ഇരുചക്ര വാഹനത്തിൽ ഇയാളെ തന്നെ എത്തിച്ചു നൽകുന്നു. ഒരു യഥാർത്ഥത്തിൽ ഒരു മൊബൈൽ ബാർ എന്നൊക്കെ തന്നെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. എന്തായാലും 400 രൂപയ്ക്ക് വാങ്ങുന്ന മദ്യം ഇയാൾ 800 രൂപയ്ക്ക്, അതായത് ഇരട്ടി വിലയ്ക്കാണ് ഇയാൾ വിറ്റിരുന്നതെന്നും എക്സൈസ് കണ്ടെത്തിയിട്ടുണ്ട്. നിലവിൽ എന്തായാലും ഇയാളുടെ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് എക്സൈസ് കടന്നിരിക്കുകയാണ്. ശരി ശരത്.